ജസ്ന ചേച്ചിയെ അറിയില്ലേ? ഇസ്ലാമായി നീ ജനിച്ചത് മാനിച്ചോ, ഇലാഹിൽ ധ്യാനിച്ചോ, അസലീമാൻ ആന്തരങ്ങളെ മുന്തിച്ചോ, അല്ലാഹുവേ നീ സ്തുതിച്ചോ. നോക്കൂ, മുസ്ലിമിന്റെ നാമം കോലം കണ്ടാലോ പ്രവൃത്തിയോ ഇതൊന്നും ഒരു മുസ്ലിമിന് നിരക്കാത്തത്. പക്ഷേ മുസ്ലിം എന്ന ടൈറ്റിൽ ഇപ്പോൾ ജസ്ന ചേച്ചി ഉപേക്ഷിച്ചിരിക്കുകയാണ്. 4 പാടുന്നും ഉയർന്നു വരുന്ന അവഹേളനങ്ങൾ ചേച്ചിയെ ആകെ തകർത്തി. അതിന് ചേച്ചി കണ്ടെത്തിയ മാർഗം, ഞാൻ മുസ്ലിമാണെന്നുള്ള കാര്യം ഇനി നിങ്ങൾ മിണ്ടരുത് എന്നത്. മുസ്ലിമായി ജനിച്ചുകൊണ്ട് തന്നെ ഗുരുവായൂർ അമ്പലനടയിൽ ഒട്ടേറെ വിവാദമുണ്ടാക്കിയ ചേച്ചി ഇപ്പോൾ വന്ന് മെഴുകുന്നത് മറ്റൊരു കാര്യമാണ്. അതെന്താണെന്നറിഞ്ഞാൽ മുസ്ലിയാക്കന്മാർ ആകെ ഞെട്ടിത്തരിക്കും. കാര്യമറിഞ്ഞോ പ്രിയ സുഹൃത്തുക്കളെ? ചത്തത് ഹറാമായി കാണുന്ന ഇസ്ലാം മതം എന്തുകൊണ്ടാണ് ചത്ത മത്സ്യങ്ങളെ ഭക്ഷിക്കുന്നത് എന്നുള്ള ചേച്ചിയുടെ ചോദ്യത്തിന് മുന്നിൽ മുസ്ലിങ്ങൾ ആകെ പെട്ടുപോയി. അല്പമെങ്കിലും ബുദ്ധിയുള്ള ആളുകളെ നമുക്ക് മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കാമായിരുന്നു. ഇത് അതിനും വകുപ്പില്ല. സ്വന്തം മതത്തെ ചോദ്യം ചെയ്യുന്ന അതിന് ഉപയോഗിച്ചത് ഇത്തരത്തിലുള്ള വാക്കുകൾ. അതിൽ നിന്ന് മനസ്സിലായി ഇവർക്ക് തലയിൽ ഒന്നും തന്നെയില്ല എന്ന്. ചത്ത മത്സ്യത്തെ കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു ഇവർ. ശരിയല്ലേ? ചത്തത് ഹറാമാക്കി കാണുന്ന ഇസ്ലാം മതം എങ്ങനെയാണ് ചത്ത മത്സ്യത്തെ ഭക്ഷിക്കുന്നത്? ഒരു കാര്യം ആദ്യം പറയാം. സത്യത്തിൽ മത്സ്യത്തെക്കാൾ മുമ്പ് ഇവരുടെ അറിവാണ് ചത്തുപോയത്. അയ്യയ്യോ ഭഗവാനെ, ഈ ചോദ്യമുണ്ടാക്കിയ ബ്രെയിൻ സെല്ലുകൾക്ക് 7 ദിവസം അവധി കൊടുക്കണമേ. ഇത്രയും വലിയ സംശയം ചോദിച്ചാൽ ഗൂഗിളിനും ഒരു നിമിഷം സെർവർ ബിസി വന്നേക്കാം. ചത്തത് ഹറാം, മത്സ്യം ഹലാൽ. ഇത് എത്രയോ തവണ പറഞ്ഞ പ്രമാണമാണ്. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നിങ്ങൾക്ക് അവയിൽ 2 ചത്തത് ഹലാൽ, മത്സ്യവും വെട്ടുകിളിയും. ഇങ്ങനെ വേർതിരിച്ച് നൽകിയത് കൊണ്ട് തന്നെയാണ് മുസ്ലിങ്ങൾ മത്സ്യത്തെ ഭക്ഷിക്കുന്നത് എന്ന്. ഇത്തരത്തിലുള്ള അറിവുകൾ മനസ്സിലാകണമെങ്കിൽ ആദ്യം മുസ്ലിമാകണം. അല്ലാതെ കണ്ണൻ്റെ കിണ്ണി തിരഞ്ഞു നടന്നാലൊന്നും നിനക്കിത് കിട്ടില്ല. നിനക്ക് അതും ഇതും ഇല്ലാത്ത അവസ്ഥയിലേക്ക് മാറും. പടച്ച തമ്പുരാന് നീ മുസ്ലിം ആയതുകൊണ്ട് യാതൊരു ഗുണവുമില്ല. അതിൻ്റെ ഗുണം നിനക്ക് തന്നെ. അവസാന അവസരം ജസ്ന ചേച്ചി തിരുത്തി നേർവഴിയിൽ ജീവിക്കുവാൻ ഒരുക്കമുണ്ടോ? നിനക്ക് തീർച്ചയായും മാപ്പ് ലഭിക്കുന്നതാണ്. ഇസ്ലാമിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ചത്ത സാധനത്തിനെ കഴിക്കാൻ പാടില്ല എന്നുള്ളത്. ഈ ഒരു ചോദ്യം കുറെ കാലമായി എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. കാരണം എന്നെ ഒരുപാട് ഉസ്താദുമാരെടുത്തിട്ട് അലക്കാറുണ്ട്. ചിന്താപരമായിട്ടൊരു ചോദ്യമാണ് ചോദിച്ചത്. ഇസ്ലാമിക വേർഷൻ എന്താണെന്നുള്ളതിനെ കുറിച്ച് അതുകൂടി പറയട്ടെ. ഇസ്ലാമിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ചത്ത സാധനത്തിനെ കഴിക്കാൻ പാടില്ല എന്നുള്ളത്. പിന്നെ ഈ മൊല്യന്മാരൊക്കെ എന്തുകൊണ്ട് ഉസ്താദുമാരെ ഞാൻ വെല്ലുവിളിക്കുക? ഇതിനുള്ള മറുപടി അവർ തരട്ടെ. ഈ മണ്ടത്തരങ്ങൾക്ക് മറുപടി നൽകലാണല്ലോ ഉസ്താക്കന്മാരുടെ ജോലി. ചെറിയ കുട്ടികൾക്ക് പോലും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം ഇത്ര പ്രായമായിട്ടും ഇവർക്ക് മനസ്സിലായില്ലെങ്കിൽ ചിന്തിച്ചു നോക്കൂ, ഇവർ എത്ര തലച്ചോറില്ലാത്ത ഒരു സ്ത്രീയാണ്. അല്ലാഹു കാക്കട്ടെ.